നാളികേരത്തിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയ ശ്രീ മോഹനേട്ടൻ്റെ കൂടെയാണ് നമ്മളിന്നുള്ളത്. മോനേട്ട, തേങ്ങയിൽ നിന്ന് എന്തൊക്കെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാക്കുന്നത്? തേങ്ങയിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് തേങ്ങ വെട്ടുമ്പോഴുള്ള പൊങ്ങ്, അത് കുട്ടികൾക്കെല്ലാം ഏറ്റവും നല്ല പോഷകാഹാരമുള്ള സാധനം, അത് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഏറ്റവും നല്ല വെളിച്ചെണ്ണ, അത് ചക്കിലാട്ടിയ വെളിച്ചെണ്ണ അതുണ്ടാക്കുന്നുണ്ട്. നാളികേരത്തിൻ്റെ പൊടി ഉണ്ടാക്കുന്നുണ്ട്. അതുകൂടാതെ ഏറ്റവും നല്ല വെർജിൻ ഓയിൽ, അതൊക്കെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്ന ആ വെർജിൻ ഓയിലുണ്ട്. ഞങ്ങൾ ഉണക്കുന്ന ഒരു പുറത്തുനിന്ന് കൊപ്ര വാങ്ങാതെ ഞങ്ങളുടെ ഡ്രയറിൽ നിന്ന് തന്നെ ഞങ്ങൾ സ്വന്തമായിട്ട് ഉണക്കി അത് 3 തരമായി തിരിച്ച് ഏറ്റവും നല്ല മാത്രം എടുത്തിട്ട് ഒരുപാട് പണിയും കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള പല ഗുണങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ പ്രാദേശികമായിട്ടുള്ള ഈ പ്രദേശത്തുള്ള തേങ്ങ അധികം എടുക്കാറ്, കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രമേ പുറത്തുനിന്ന് നമ്മുടെ അതും കുറ്റിയാടി തേങ്ങ അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റൂ. അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. നമ്മളെ വെളിച്ചെണ്ണ നമുക്ക് മുഴുവൻ ഇവിടെ തന്നെ ചിലവാകുന്നുണ്ട്. പിന്നെ ജനങ്ങൾക്ക് നല്ല സാധനം കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാടൊക്കെ തൊഴിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പല ഗുണങ്ങളുണ്ട്. മോനേട്ട, ഈ യൂണിറ്റിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഈ യൂണിറ്റ് എവർ ഹെൽത്ത് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ ഇറക്കാവുന്ന ഇത് ഉരുക്ക് വെളിച്ചെണ്ണയുണ്ട്, തേങ്ങാപ്പാലുണ്ട്, ചട്നിപ്പൊടിയുണ്ട്, കായ്പ്പൊടിയുണ്ട്, ചക്കപ്പൊടിയുണ്ട്, അങ്ങനെ കുറേ ചോക്ലേറ്റ് ഉണ്ട്. അതൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. അതൊക്കെ നമുക്ക് നടന്ന എൻ്റെ മകനാണ്. അതിൻ്റെ ഉത്തരവാദിത്വം കംപ്ലീറ്റ് അവനാണ് ഇയാൾ. എൻ്റെ മകൻ ദീപക് എന്ന് പറയും. എവർ ഹെൽത്തിൻ്റെ ഓയിൽ മില്ലിലും മുഴുവൻ ഉത്തരവാദിത്വം അവനെ ഏൽപ്പിച്ചിട്ടുള്ളത്. അവനാണിത്. 2019 ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഇത് നമ്പർ 1 ബേബി ഓയിൽ എന്നൊരു കൺസെപ്റ്റ് ഉള്ളിൽ വന്നുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങളിവിടെ എവർ ഹെൽത്ത് എന്ന ബ്രാൻഡിൽ പ്രധാന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഉരുക്ക് വെളിച്ചെണ്ണയാണ്. അതായത് നമ്മൾ പ്രത്യേകമായിട്ട് ഈ പ്രോഡക്റ്റ് നമ്മൾ വിപണിയിൽ ഇറക്കിയിരിക്കുന്നത് ന്യൂ ബോൺ ബേബീസിന് വേണ്ടിയാണ്. അതായത് ജനിച്ച് മുതൽ ഏകദേശം 2 വയസ്സ് പ്രായമാവുന്നത് വരെ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഉരുക്ക് വെളിച്ചെണ്ണ തന്നെ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യണമെന്നാണ്. മലബാർ ഏരിയയിൽ നിന്ന് മൂപ്പെത്തിയ തേങ്ങ മാത്രം ശേഖരിച്ച് അത് സെലക്ട് ചെയ്ത് ആ കോക്കനട്ട് പ്രത്യേകം സെലക്ട് ചെയ്തെടുത്ത് അതിൻ്റെ പുറത്തെ ചിരട്ട പൊട്ടിച്ചെടുത്ത് അതിനുശേഷം ആ ബ്രൗൺ സ്കിന്ന് മാറ്റി അതായത് ഈ തേങ്ങയുടെ വൈറ്റ് പാർട്ട് എടുക്കുന്ന മിൽക്ക് മാത്രമാണ് നമ്മൾ വെർജിൻ ഓയിൽ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്. അതുമാത്രമല്ല, അതിൻ്റെ നമ്മുടെ ഫസ്റ്റ് തിക്ക് മിൽക്ക് ഒരു തുള്ളി പോലും വാട്ടർ ആഡ് ചെയ്യുന്നില്ല. തിക്കായിട്ടുള്ള മിൽക്ക് ഫസ്റ്റ് 1 ടൈം എക്സ്ട്രാക്ഷനിൽ എത്രയാണോ പാല് കിട്ടുന്നത് അത് മീഡിയം ഫ്ലെയിമിൽ വളരെ സമയമെടുത്ത് അതിൻ്റെ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്ത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഇതിൽ മോയ്സ്ചർ ഇല്ല. അത് മോയ്സ്ചർ ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു തരത്തിലുള്ള അതായത് നീർക്കെട്ട് പോലത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ജനിച്ചത് മുതൽ ഒരു 2 വയസ്സ് വരെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഓയിൽ ഉരുക്ക് വെളിച്ചെണ്ണ ആണ്. നമ്മൾ പ്രീ ബുക്കിംഗ് എടുത്ത്, അതായത് ഒരു ബാച്ചിൻ്റെ ഓർഡർ കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് നമ്മൾ കസ്റ്റമറുടെ കൈകളിൽ എത്തിക്കും. അതായത് ഫ്രഷ് പ്രോഡക്റ്റ് ഞങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയ പാടെ നേരിട്ട് കസ്റ്റമറുടെ കൈകളിലേക്ക് എന്നാണ് നമ്മുടെ ഒരു രീതി. പിന്നെ മറ്റുള്ള സാധാരണ ബേബി ഓയിൽ അതിന് നമ്മൾ ക്ലിയർലി അവർ മെൻഷൻ ചെയ്യുന്നുണ്ട് ബോട്ടിലിൻ്റെ മേലൊക്കെ എക്സ്റ്റേണൽ പർപ്പസ് ഓൺലി. പക്ഷെ ഞങ്ങൾ പറയുന്നത് അത് എക്സ്റ്റേണൽ പർപ്പസ് അല്ല. കുട്ടികൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ കളിക്കുമ്പോൾ കൈയൊക്കെ വായിലിടുമ്പോൾ അത് അവരുടെ ശരീരത്തെത്തുന്നത് അവർക്ക് അത് വൃത്തികരണ ഗുണം ചെയ്യും. കാരണം ഈ ഉരുക്ക് വെളിച്ചെണ്ണ ആസിഡ് ഈസ് ബ്രസ്റ്റ് മിൽക്കാണ്. അപ്പോൾ അതുകൊണ്ട് അത് അവരുടെ വയറ്റിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് ദോഷം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അത് ശരീരത്തിന് ഗുണം കൂടെ ചെയ്യുന്നുണ്ട്. നമ്മുടെ എവർ ഹെൽത്ത് എന്ന ബ്രാൻഡിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റഗ്രാം പേജിലും ഉണ്ട്. നമ്മുടെ വെബ്സൈറ്റ് ഏകദേശം ഒരു 2 ആഴ്ച കൊണ്ട് ലോഞ്ച് ആവുന്നത്. എൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ നമ്മുടെ ഗൂഗിളിൽ അവൈലബിൾ ആണ്, ഫേസ്ബുക്കിൽ അവൈലബിൾ ആണ്, ഇൻസ്റ്റഗ്രാമിൽ അവൈലബിൾ ആണ്. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ഡേയ്സ് നമ്മളത് ഡെലിവറി ചെയ്യുന്നതായിരിക്കും. അതുമാത്രമല്ല, ഞങ്ങളുടെ മറ്റൊരു പ്രോഡക്റ്റാണ് ബനാന പൗഡർ. അത് ചെറിയൊരു പ്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. കാരണം നമുക്ക് ആ ബനാന, ഒരു പെർട്ടിക്കുലർ ബനാന, നമ്മൾ ഈ മലബാർ ഏരിയയിൽ കാണുന്ന അടുക്കൻ കായ അല്ലെങ്കിൽ മണ്ണൻ കായ എന്ന് പറയുന്ന ഈ 2 കായകളാണ് നമ്മൾ പൊടികളായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത ഡ്രയറിൽ ചെറിയ ടെമ്പറേച്ചറിൽ അതിൻ്റെ മോയ്സ്ചർ മാത്രം റിമൂവ് ചെയ്ത് അതിൻ്റെ ഫ്ലേവർ ഒട്ടും നഷ്ടപ്പെടാതെ മോയ്സ്ചർ മാത്രം റിമൂവ് ചെയ്തിട്ടാണ് നമ്മളതിൻ്റെ പ്രോസസ്സ് ചെയ്യുന്നത്. അതിൽ നമ്മൾ യാതൊരുവിധ പ്രിസർവേറ്റീവ്സും ചേർക്കുന്നില്ല. അതും ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലേറ്റസ്റ്റ് ബാച്ച് പ്രോഡക്റ്റ് നമുക്ക് നിങ്ങളുടെ കൈകളിൽ എത്തിക്കാൻ പറ്റും. ഇത് എവർ ഹെൽത്തിൻ്റെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്ന യൂണിറ്റാണ്. നമ്മുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കൊപ്ര പുറത്തുനിന്ന് വാങ്ങിക്കുന്നില്ല. നമ്മുടെ പ്രാദേശിക കർഷകരിൽ നിന്ന് നാളികേരം നേരിട്ട് സംഭരിച്ച് അത് കസ്റ്റമൈസ് ചെയ്ത ഡ്രയർ നമ്മുടെ തന്നെ ഡ്രയറിൽ പ്രത്യേക രീതിയിൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് ഉണക്കിയെടുക്കുന്ന പ്രീമിയം ക്വാളിറ്റി കൊപ്ര, അതായത് 100% ഭക്ഷ്യയോഗ്യമായ കൊപ്ര മാത്രം നിർമ്മിച്ച് ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയാണ്. പിന്നെ ഞങ്ങളുടെ മറ്റൊരു പ്രത്യേകതയാണ്
ഞങ്ങളുടെ ഈ വെളിച്ചെണ്ണ ഫിൽറ്റർ ചെയ്യുന്നില്ല. അത് നാച്ചുറലായിട്ടുള്ള സെറ്റിലാവുകയോ ചെയ്യുന്നത്. അതായത് നമ്മൾ മെഷീനറി ഉപയോഗിച്ചിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് പോഷക ഘടകങ്ങൾ നഷ്ടപ്പെടുന്നില്ല. നല്ല ഈ ഫിൽറ്റർ ചെയ്യാത്തതുകൊണ്ട് അത് ഇതിന് ഒരു പ്രത്യേക തരം രുചിയും മണവും, അതുമാത്രമല്ല പോഷക ഗുണത്തിൻ്റെ കാര്യത്തിൽ എടുത്തു പറയേണ്ടതില്ല. ഫിൽറ്റർ ചെയ്യാത്തതുകൊണ്ട് അതിന് പോഷക ഘടകങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കുന്നതാണ്. മോഹനേട്ടാ, ഇവിടെ എന്തൊക്കെ കൃഷികളാണ് ഉള്ളത്? ഇവിടെ കാര്യമായിട്ടുള്ള കൃഷി നമ്മളെ തെങ്ങാണ്. തെങ്ങുണ്ട്, പിന്നെ കഴുകുണ്ട്, കുരുമുളകുണ്ട്, പിന്നെ വാഴയുണ്ട്, മരച്ചീനിയുണ്ട്, പിന്നെ പഴവർഗ്ഗങ്ങൾ സപ്പോട്ടയുണ്ട്, വിയറ്റ്നാം വെർലിയുണ്ട്, പ്ലാവ്, ഒരുപാട് പച്ചക്കറി വേണ്ട എല്ലാം നടത്താറുണ്ട്. മോഹനേട്ടാ, കൃഷി ഇപ്പം നിലവിൽ ലാഭകരമാണോ? കൃഷി ലാഭം തന്നെയാണ്, എപ്പോഴും ലാഭകരമായിട്ട് കൃഷി പോകും. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇപ്പം കുറച്ച് നഷ്ടത്തിലാണ് ഓടുന്നത്. കാരണം വെച്ചാൽ ആവശ്യത്തിനുള്ള മഴയും കാലാവസ്ഥ ശരിയില്ല. അതുകൊണ്ട് മുളക് അത്യാവശ്യം മോശമില്ല. തെങ്ങിനെല്ലാം ഈ വർഷമായതുകൊണ്ട് തെങ്ങിൻ്റെ മുകളിൽ കായ്പ് കുറഞ്ഞ്, കഴുകിൻ്റെ മുകളിൽ കായ്പ് കുറഞ്ഞ്. പിന്നെ രോഗങ്ങൾ, തണ്ട് ചീച്ചൽ, തെങ്ങിൻ്റെ കൂമ്പ് ചീച്ചൽ, അതുകൂടാതെ വാഴക്ക് കംപ്ലീറ്റ് വണ്ട് കുത്ത്, പിന്നെ മറ്റെന്താണെന്ന് വെച്ചാൽ വള്ളിക്കല ദ്രുതവാട്ടം. കൃത്യമായിട്ടുള്ള ഒരു മരുന്നിൽ തളിച്ചാൽ കൃത്യമായി പിടിക്കാൻ പറ്റുന്നത്. ഞങ്ങൾ രാസവള പ്രക്രിയ കുറച്ച് കുറവാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇതില്ല. മുമ്പൊക്കെ ഒരു പ്രാവശ്യം ചെറിയൊരു സ്ഥലത്ത് തേങ്ങ പറിച്ചാൽ 2,500 തേങ്ങ കിട്ടുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു 1000 തേങ്ങ പോലും കിട്ടാത്ത അവസ്ഥയാണ്. കൃഷിഭവനിൽ നിന്നൊക്കെ അത്യാവശ്യ സഹായങ്ങൾ, കൃഷിഭവനിൽ എല്ലാ സഹായങ്ങളും കിട്ടാറുണ്ട്. മുമ്പൊക്കെ KP മോഹനൊക്കെ ഉള്ളപ്പോൾ നല്ല കൃഷി ഉപകരണങ്ങളും സാധനങ്ങളൊക്കെ തന്നിരുന്നു. ടൂറിലായിരുന്നു, പല പരിപാടിയും കൃഷിഭവൻ ഉണ്ടായിരുന്നു. ഇപ്പം തൈകളൊക്കെ കിട്ടുന്നു. തൈയും വിത്തൊക്കെ ഇഷ്ടംപോലെ കൃഷിഭവന് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് ഒരു സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് ഇഷ്ടംപോലെ വാഴ തൈ വിതരണം ചെയ്യുന്നത്. അത് ഒരു വാഴക്ക് 23-24 കിലോ തൂക്കമുള്ള കൊല കിട്ടി. അത് എന്നിട്ട് ഞാൻ കുറേ ആൾക്ക്, നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്ക് ആ വാഴ വിതരണം ചെയ്യുന്ന 2-3 ലോഡ് കന്നവർ കൊണ്ടുവന്നിട്ട് സർവീസ് സഹകരണ ബാങ്ക്, കരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഇത് 1-കിട ബാങ്കാണ്. അപ്പോൾ അവിടെ സീറ്റ് എന്ന് പറഞ്ഞ ആളുണ്ട്. അയാൾക്ക് കൃഷിയുള്ള ബാങ്കിന് താല്പര്യമാണ്. അവർക്ക് പ്രത്യേക ബ്രാൻഡ് അരി തന്നെയുണ്ട്. നമ്മൾ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആൾക്കൊണ്ട് അവർ കൃഷി ചെയ്യിപ്പിച്ചിട്ട് അതിന് ഉൽപ്പന്നം അവർ വാങ്ങുന്നുണ്ട്. നല്ല ഉൽപ്പന്നം വാങ്ങിച്ച് നല്ല വിപണി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അതിലിപ്പോൾ എന്താ വെച്ചാൽ മഴേൻ്റെ കരുതി കൊണ്ട് ഇതൊന്നും സാധിക്കുന്നില്ല. ഈ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനമൊക്കെ എങ്ങനെയാണ്? വിപണം ചില സീസണിലാണെങ്കിൽ വിപണം മോശമായിരിക്കും, എടുക്കാൻ ആളുണ്ടാവില്ല. ഇപ്പോഴൊക്കെ പിടിയാണ്. സാധനം ഇല്ലാത്ത കുറ്റികൾ എത്ര ഉണ്ടെങ്കിൽ പോയിക്കോളും. കൊലയായിക്കോട്ടെ, കൊലയ്ക്ക് ഇപ്പോൾ 70-65 റുപ്യ വരെ കിട്ടുന്നുണ്ട്. പച്ചക്കറി വെണ്ടയ്ക്കും അതിലൊക്കെ നല്ല വില കിട്ടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ സാധനം ഉൽപ്പന്നം മഴയായതുകൊണ്ടെല്ലാം നിർത്തിവെച്ച്, അല്ലെങ്കിൽ നല്ല പറഞ്ഞു ഞങ്ങൾക്ക് പച്ചക്കറി മാർക്കറ്റ് തന്നെ ഉണ്ട്. കൃഷി വകുപ്പിൻ്റെ തന്നെ ഗവൺമെൻറ് വകയുള്ള ഷോളുണ്ട്. അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കർഷകരുടെ ഷോപ്പുണ്ട്. ആ ഷോപ്പ് കൊണ്ട് പിന്നെ പാലത്തിന് അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ എത്ര ഉണ്ടെങ്കിൽ എടുത്തോളും. പക്ഷേ സീസണിൽ മാത്രം അവർ കണ്ടമാനം ചിലവായില്ല. പക്ഷേ സീസണിൽ ഞങ്ങൾ ആവശ്യം കഴിച്ച് ബാക്കിയുള്ള ഇവിടെയുള്ള കൂട്ടുകൾ കുറച്ച് കൊടുക്കാമെന്നല്ലാതെ വിലക്കങ്ങനെ വെക്കാറില്ല. ജാസ്തി ഉണ്ടെങ്കിൽ മാത്രം, ഉൽപ്പന്നം ഉണ്ടെങ്കിൽ മാത്രമേ പുറത്ത് കൊടുക്കൂ. പ്രായം ഇത്രയായിട്ടും കൃഷിയിൽ സജീവമായിട്ട് നിലനിൽക്കാനുള്ള കാര്യം? കൃഷി എൻ്റെ അച്ഛൻ മുതൽ ചെറുപ്പം മുതലേ കൃഷിയാണ്. ആ കൃഷിയിലുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്നിപ്പോൾ 72 വയസ്സായി. ഇന്ന് ആരോഗ്യത്തിന് യാതൊരു കുഴപ്പമില്ല. ഇന്ന് ഓടിച്ചാടി പണിയെടുക്കുന്നുണ്ട്. അതുകൂടാണ്ട് ഞങ്ങൾക്കിപ്പം പല ബിസിനസ്സുകൾ വേറെയുണ്ട്. അതുകൊണ്ട് ആ ഇതുള്ളതുകൊണ്ട് ശരീരത്തിന് ഒരു കുഴപ്പമില്ല, ഒരു രോഗമില്ലാത്ത ഒരു അസുഖം ഇതുവരെ വന്നിട്ട് വിഷമായിട്ടില്ല. കൃഷിയിൽ എപ്പം പണിയെടുക്കുന്നതുകൊണ്ട് അതിൽ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ കഴിയുന്നില്ല. അന്ന് തുമ്പിയൊന്നെടുത്ത് കിളക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയാണ്. എന്നാലും ചെയ്യും, അത്യാവശ്യമൊക്കെ ചെയ്യും. പിന്നെ എല്ലാം ജലസേചനം 4-5 പമ്പ് സെറ്റ് വെച്ച് കംപ്ലീറ്റ് കൃഷിക്ക് വെള്ളം നടക്കും. പിന്നെ വെള്ളം നടക്കേണ്ട ആവശ്യമില്ല. എല്ലാ സ്ഥലത്തും ഓരോ സൈറ്റിലും ഓരോ മോട്ടർ വെക്കും. 4 സ്ഥലത്ത് 4 മോട്ടറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് പോവും. പിന്നെ ആവശ്യത്തിനുള്ള മത്സ്യകൃഷിന് കുറച്ച്, അതും കുഴപ്പമില്ല. അത് നമ്മുടെ ആവശ്യത്തിന് മാത്രം, അത് പുറത്ത് വിൽപ്പനയില്ല. മത്സ്യകൃഷി പുറത്തില്ല. ചെറിയ സ്ഥലമുള്ളെങ്കിൽ സമ്മിശ്ര കൃഷിയാണ് ചെയ്യുന്നത്. എല്ലാം സമ്മിശ്ര കൃഷിയാണ്. അല്ലാതെ ഒറ്റ കൃഷി കൊണ്ട് എന്തെങ്കിലും അസുഖം വന്നാൽ പറ്റില്ല. സമ്മിശ്ര കൃഷിയാകുമ്പോൾ എല്ലാറ്റിലും വരുമാനം ഉണ്ടാവും. അത് മാത്രമല്ല, അതിനെ ശ്രദ്ധിച്ചുകൊണ്ട് മറ്റുള്ള രോഗങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ തണ്ടുപാട്ടങ്ങളോ പുഴുക്കുത്തൊന്നും കൊണ്ടേ മാറ്റാൻ പറ്റും. പിന്നെ നമ്മുടെ അടുത്ത് കാര്യമായിട്ട് ചെയ്യേണ്ട എല്ലാ ഔഷധങ്ങളുണ്ട്. പക്ഷേ പ്രയോഗിക്കാനുള്ള സമയമില്ലാത്തൊരു കുറ്റേ ഉള്ളൂ ഇപ്പോൾ. അതൊക്കെ കൃഷിയൊക്കെ നന്നായിട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പം എന്തോ പന്നീൻ്റെ ബുദ്ധിമുട്ട് വന്നതിന് ശേഷം പിന്നെ ഇപ്പം പന്നി ഇതൊക്കെ വന്നിട്ട് വല്ലാണ്ട് ഇടങ്ങാറാക്കുന്നത്. കാട്ടുമൃഗങ്ങളുടെ ശല്യം സത്യത്തിൽ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്യാത്ത സാധിക്കില്ല. കാട്ടുമൃഗങ്ങളുടെ സത്യം ഇത് പോയിട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഏതെല്ലാം റെഡ് ലേഡി, പപ്പായ, ഒരുപാട് സാധനങ്ങളുണ്ട്. എല്ലാം കുത്തി കളിച്ചിട്ട് കളി. കപ്പയൊക്കെ കളയാൻ ഒരു മരട് തന്നെ 8, 9, 10 കിലോ കിട്ടുന്ന കപ്പയുണ്ട്. ഒന്ന് പൊരിച്ച് കാണിച്ചാൽ. അപ്പോൾ അതൊക്കെ ഇപ്പം ഒന്ന് മാറ്റിക്കൊണ്ടേ കപ്പ കൃഷി കംപ്ലീറ്റ് നിർത്തി വെക്കേണ്ട അവസ്ഥയായി തുടങ്ങുന്നില്ല. മറ്റ് നമുക്ക് ആവശ്യത്തിന് ഒരുപാട് കപ്പ കിട്ടുന്ന, നല്ല വിളവ് കിട്ടുന്ന, അതിപ്പം ചെയ്യാൻ പറ്റത്തില്ല. അത് കംപ്ലീറ്റ് പന്നി പിണങ്ങി കിടന്നു. 2 പന്നി, മുള്ളം പന്നി, കാട്ടുപന്നി. അതുകൊണ്ട് ഏറ്റവും വലിയ പ്രതിസന്ധി അതാണ്. മോഹനേട്ടന് നേരത്തെ നെൽകൃഷി ഉണ്ടായിരുന്നു? സ്ഥിരം നെൽകൃഷിയായിരുന്നു മെയിൻ. നെൽകൃഷി എന്ന് പറഞ്ഞാൽ ഒരുപാട് കൃഷി ഉണ്ടായിരുന്നു. ഞങ്ങൾ ആവശ്യം കഴിച്ച് ഒരു 5-10 കിലോ നെല്ല് വിൽക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. അതെല്ലാം കൂടി ഇപ്പോൾ 4-5 ചാക്ക് വിൽക്കേണ്ട അവസ്ഥ. ഇപ്പം നോക്കും നെൽകൃഷി തീരെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം നെൽകൃഷി ചെയ്യുമ്പോൾ അതിന് പണിക്കാറില്ല, ഒന്ന്. രണ്ടാമത്തെ വെച്ചാൽ മഴേൻ്റെ സീസണിൽ മഴ കൊണ്ട്
കുറേ നശിച്ചു പോയി. നെൽകൃഷി നഷ്ടമായി പോകുന്നു. ഒരു കാരണവശാലും ലാഭമായിക്കില്ല. ഒന്നാമത്തെ വിത്തിടാൻ ആളില്ല, കൊയ്യാൻ ആളില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും നെൽകൃഷി ലാഭമില്ല. ഞങ്ങൾ ചെയ്തുകൂടില്ല. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വരെ ചെയ്ത് അത് കൊയ്യാൻ പറ്റിയിട്ടില്ല. കൊയ്യാൻ പറ്റാത്ത അവസ്ഥയില്ല. പിന്നെ ഒരു പ്രാവശ്യം പോത്ത് കഴിഞ്ഞിട്ട് കാട്ടുപോത്ത് കഴിഞ്ഞിട്ട് ഒരു 10-50 സെൻറ്റിലുള്ള കംപ്ലീറ്റ് മനുഷ്യൻ വെട്ടിയെടുക്കുമ്പോൾ ഇട്ടെടുത്താണ്. അങ്ങനെ കണ്ടാലും ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് കൊടുത്ത് പോലീസുകാർക്ക് വന്ന് നോക്കുമ്പോൾ കംപ്ലീറ്റ് ഒരു നൂല് പോലും വെക്കാണ്ട് അങ്ങനെയൊക്കെയാണ് കൃഷി. അതിനോടൊരു കൃഷി നിർത്തി കഴിഞ്ഞാൽ കംപ്ലീറ്റ് നെൽകൃഷി നിർത്തി കഴിഞ്ഞു. നെൽകൃഷി ലാഭകരമായിട്ടുള്ള കൃഷിയായിരുന്നു, ഇപ്പം നഷ്ടകരമാണ്. പിന്നെ പയർ കൃഷിയാണ്, പയർ കൃഷികൾ, പിന്നെ മമ്പയർ, ചെറുപയർ, ഉഴുന്ന്, അതുപോലെ എള്ള്, അതൊക്കെ നല്ല പ്രോപ്പായിരുന്നു. അതൊക്കെ വേനൽക്കാലം ചെയ്യാറുണ്ട്, വേനൽ നല്ല നല്ല പ്രോപ്പായിട്ടുണ്ട്. അതൊക്കെ മെച്ചം വരുന്നുണ്ട്. മറ്റുള്ള നെൽകൃഷി തീരെ പോക്കാം. എപ്പോഴും വെള്ളം പറ്റിക്കഴിഞ്ഞാൽ ആ കൃഷി ചെയ്യും, അതിനെക്കൊണ്ട് നല്ല മെച്ചം കിട്ടും. മെച്ചം വിൽപ്പനയില്ല, നമ്മളാവശ്യം വെച്ച് ഈ പണിയെടുക്കുന്ന കൂട്ടക്കെല്ലാം ഇഷ്ടംപോലെ കൊടുക്കാറുണ്ടാവും. കൊറോണ കാലഘട്ടത്തിൽ ഏറ്റവും വിജയിച്ച എൻ്റെ കൃഷിയാണ്. ആ കൃഷിയിനകത്തുള്ള വിൽപ്പന ഒരു കഷ്ടം പോലും വെക്കാണ്ട് നാട്ടുകാരുടെ ഫുൾ സപ്പോർട്ട്, അവർ തന്നെ വന്ന് വെള്ളം പറിക്കലും അവർ തന്നെ പറിക്കലുമായിട്ട് ഒരുപാട് ആൾക്ക്, കാരണം ഒരേക്കറിൻ്റെ മേലെ ആ കൃഷി നടത്തിയതാണ്. പിന്നെ പയർ കൃഷിയും ഇതെല്ലാമായിട്ട്. അതുകൊണ്ട് എല്ലാവർക്കും കൃഷി ചെയ്യാം. മറ്റുള്ള സ്ഥലത്തും കൂടി നടത്തിയിരുന്നു. അങ്ങനെ എല്ലാവർക്കും പറിക്കാനും പിടിക്കാനും വയലിലും വളപ്പിലും എല്ലാം മമ്പയരും ചെറുപയറിലായിട്ട് നല്ല പ്രോപ്പർട്ടി. കൃഷിയിടത്തിൽ നിന്നുണ്ടാകുന്ന ലാഭമല്ല പ്രധാനമായിട്ട് സാമൂഹ്യ സേവനം മാത്രമേ ഉള്ളൂ. കൃഷി ജനങ്ങളെ വരുന്ന തലമുറ കൃഷി പഠിപ്പിക്കുക, കൃഷിയെ കൊണ്ടുള്ള കൃഷി എങ്ങനെ വരുമാനം ഉണ്ടാക്കുന്ന യുവതലമുറ പഠിപ്പിക്കണമെന്നാണ് എൻ്റെ മെയിൻ ലക്ഷ്യം. പക്ഷേ അതിനാരും മുന്നോട്ട് വരില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ കൃഷിയെ കൊണ്ട് എങ്ങനെ എത്രയൊക്കെ ലാഭം ഉണ്ടാക്കുക, അവർ തൊഴിൽ ചെയ്താൽ കിട്ടുന്നതിനേക്കാൾ ലാഭം കൃഷിയെ കൊണ്ട് ഉണ്ടാക്കുന്നത് ഞാൻ മനസ്സിൽ നേരിട്ട് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് അവർ പറഞ്ഞാൽ ശരിയാവില്ല. മോഹനേട്ടാ, എങ്ങനെ ഈ സംരംഭങ്ങളുടെയൊക്കെ തുടക്കം? എൻ്റെ അച്ഛൻ ഒരു തെങ്ങുകാരി തൊഴിലാളിയായിരുന്നു. എൻ്റെ അച്ഛൻ്റെ ആ തൊഴിൽ ഞാൻ സ്വീകരിച്ചു. ആ തൊഴിൽ സ്വീകരിച്ചപ്പോൾ അതിനകത്ത് കുറച്ച് സമയം കിട്ടിയപ്പോൾ തേങ്ങ വിലക്കെടുക്കലും അങ്ങനെ തുടങ്ങി. പിന്നെ കൃഷിയിലേക്ക് തിരിഞ്ഞു. പിന്നെ അതൊക്കെ വിജയിച്ചതിന് ശേഷം അവർക്ക് പമ്പ് സെറ്റ് വന്നു. ആ പമ്പ് സെറ്റിൻ്റെ മുകളിൽ നിന്ന് ഞാൻ വിജയഗാഥയിലേക്ക് പറന്നു. ഇന്ന് കണ്ണൂർ ജില്ലയിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ പ്ലംബറാണ് ഞാൻ. അത് മാത്രമല്ല ഇവിടെ സെപ്റ്റിക് ടാങ്ക്, വേസ്റ്റ് ടാങ്കെല്ലാം അധികവും ശരി പാവപ്പെട്ട കൊണ്ട് സൗജന്യമായിട്ടും അല്ല കൂട്ടർക്ക് അന്യദേശ തൊഴിലാളികൾ വന്നിട്ട് ഇവിടുന്ന് കണ്ടമാനം വലിയ പൈസ കൊണ്ട് ഇവിടെ നമ്മുടെ നാട്ടിലെ എല്ലാവരെയും കൊള്ളയടിച്ച് കൊണ്ടുവന്നൊരു സംരംഭം ഉണ്ടായി. അതിനുശേഷം ഞങ്ങൾ ശ്രീനാരായണ മഠത്തിൻ്റെ ഒരു വൈസ് പ്രസിഡൻ്റാണ് ഞാൻ. എൻ്റെ പ്രസിഡന്റ് മുരിക്കോൾ രവീന്ദ്രൻ അവരുടെ നമ്മളുടെ അന്നേരത്തെ അവരുടെ എനിക്ക് എല്ലാ കാര്യവും അറിയില്ലേ, നിനക്ക് എന്തുകൊണ്ട് ഇതിന് പരിഹാരം കണ്ടെന്ന്. അങ്ങനെ അവൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ ഇതിന് പരിഹാരം കണ്ടു. അതായത് 2-3 പണിക്കാരായിരിക്കും. അവർക്ക് സാധാരണ കൂലി 1000 രൂപയാണ്. ഞാൻ 2000 രൂപ അവർക്ക് കൂലി കൊടുക്കും. പിന്നെ ഞങ്ങൾ മോട്ടറിൻ്റെ വാടക, വണ്ടി വാടക, സ്മെല്ലടിക്കുന്നതിൻ്റെ അതൊക്കെ ചേർത്ത് ചെറിയൊരു പൈസക്ക് ഞങ്ങൾ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നു. ഇപ്പോൾ അതിൽ നിന്നൊരു വിജയഗാഥ പുറപ്പെട്ടു. ഇപ്പോൾ നോക്കുമ്പോൾ എനിക്ക് 10-30 ആ സെപ്റ്റിക് ടാങ്കിന് വേസ്റ്റ് ടാങ്കിന് മോട്ടറുണ്ട്. അതുകൂടാണ്ട് ജനറേറ്റർ, ഒരുപാട് വാടകസ്ഥലങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഞങ്ങൾ മഠത്തിൻ്റെ വകയായിട്ട് വെറും 17,000 രൂപ ഒരു കല്യാണത്തിന് കൊണ്ടുവന്ന മുഴുവൻ സാധനങ്ങൾ A to Z കൊടുക്കുന്നുണ്ട്. ഇഷ്ടംപോലെ വർക്കുണ്ട്, എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല പാവപ്പെട്ട കൂട്ടർക്ക് ഒന്നും വഴിയില്ലാത്തവർക്ക് ഞങ്ങൾ സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ മഠത്തിൻ്റെ ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങൾക്ക് ആംബുലൻസ് ഉണ്ട്. പിന്നെ ഞങ്ങളൊരു കൊല്ലത്തിൽ ഒരു കുട്ടീനെ ദത്തെടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. അതുകൂടാണ്ട് ഞങ്ങൾ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നുണ്ട്. ആശ്രിതർക്ക് ആശയമില്ലാത്ത കൂട്ടർക്ക് ഞങ്ങൾക്ക് വേണ്ടുന്ന ബെഡും കിടക്കയും ഓക്സിജൻ എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോ 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോൾ ഞങ്ങൾ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നുണ്ട്. ഒരുപാട് ആൾക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ പ്രസിഡന്റ് മുരിക്കോൾ രവീന്ദ്രനാണ്. മോഹനേട്ട സ്വന്തമായിട്ട് മോട്ടറൊക്കെ ഉണ്ടായി? സ്വന്തമായിട്ട് മോട്ടർ ഞങ്ങൾ കമ്പനിയിൽ ഓർഡർ ചെയ്തിട്ട് അവർക്ക് അറിയാത്ത വശങ്ങൾ ഞങ്ങൾ പറഞ്ഞെടുത്ത് 5 HP മോട്ടറിൽ സിംഗിൾ ഫേസ് 5 HP സിംഗിൾ ഫേസ് ആർക്കുള്ള അത് എൻ്റെ അടുത്ത് 3 ഇപ്പോൾ ഓൾറെഡിയിലുണ്ട്. അത്രയും പവറുള്ള മോട്ടർ അത് എൻ്റെ അടുത്ത് മാത്രമേ, കണ്ണൂരിൽ എൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. കമ്പനിക്കാർ നിങ്ങൾ വിജയിക്കുമെന്ന്. പക്ഷേ അത് വിജയിച്ചത് എൻ്റെ വിജയമാണ്. എൻ്റെ ചില ചെറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളും ചെയ്തിട്ട് ഞാൻ അവിടെ പോയി 2-3 ദിവസം താമസിച്ച് അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ കമ്പനി ഉണ്ടാക്കിയത് ആ 3 5 HP സിംഗിൾ ഫേസ്. അത് കാര്യത്ത് കിട്ടില്ല, അത് എൻ്റെ അടുത്ത് മാത്രമേ കിട്ടൂ. അതുപോലെ 3 ഫേസിൻ്റെ ഉണ്ട്. എല്ലാം ഇത് 3 ഫേസാണ്. ഇത് വള്ളത്തിൽ 40 മീറ്റർ ഇതിൻ്റെ ഹെഡ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ അതുകൂടാണ്ട് പിന്നെ ഞങ്ങളിപ്പോൾ സ്വന്തമായിട്ട് തന്നെ ബൈൻഡിങ്ങും ഇതൊക്കെ ചെയ്യേണ്ട പരിപാടി തുടങ്ങി. അതിപ്പോൾ വിജയിച്ച് വന്നിട്ടുണ്ട്. മോഹനേട്ടൻ്റെ കുടുംബത്തെക്കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ കുടുംബത്തിൽ എൻ്റെ അച്ഛനും അമ്മക്കുമായിട്ട് 3 മക്കളാണ്. മൂത്തത് എൻ്റെ ജ്യേഷ്ഠനായിരുന്നു. അയാൾ തെങ്ങാരി തൊഴിലായിരുന്നു. അച്ഛൻ തെങ്ങാരി തൊഴിലായിരുന്നു, ഞാനും തെങ്ങാരി തൊഴിലായിരുന്നു. എൻ്റെ ഒരു പെങ്ങളുണ്ട്, സിസ്റ്റർ. അവൾ പിന്നെ ടീച്ചറായിരുന്നു. അവരുടെ 2 മക്കളുണ്ട്. അവർ 2 ഒരു ലെക്ചറാണ്. 2 ഭർത്താക്കന്മാരെല്ലാം ടീച്ചേഴ്സാണ്. പിന്നെ എൻ്റെ 2 മക്കളുണ്ട്. 2 പട്ടാളക്കാരായിരുന്നു. 2 ഒരുത്തർ റിട്ടയർഡായി. മറ്റവൻ ഇപ്പം ഇവിടെ ശ്രീനഗറിൽ ആണല്ലോ. അവൻ 5-8 കൊല്ലം അവിടെ തന്നെ. അതിപ്പോൾ 1.5 കൊല്ലം കൊണ്ട് അവൻ തിരിച്ചു വരും. അവൻ തിരിച്ചു വന്നാൽ ഇത് അവനെ ഏൽപ്പിക്കണം. മറ്റുള്ള ബിസിനസ്സൊക്കെ മൂത്തവനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഓയിൽ മില്ലിൻ്റെയോ വെർജിൻ ഓയിലിൻ്റെയോ അതൊക്കെ അവനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിന് ഫ്രീ ആണെങ്കിൽ അവനും കൂടി വരണം. അവൻ വന്നാൽ നമ്മൾക്ക് ഫ്രീ ആയി. പിന്നെ നമ്മൾ കളിച്ച കളി വേറെ കൃഷിയിലേക്ക് തന്നെ വീണ്ടും നീങ്ങും. മോഹനേട്ട, അങ്ങയുടെ വിലപ്പെട്ട സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചിരുന്നു. നന്ദി.
താങ്ക് യു. അടുത്തയാഴ്ച പുതിയൊരു കർഷകനുമായി നമുക്ക് നേരിൽ കാണാം.